So the next topic is pulmonary function test. അപ്പോൾ ആ പേര് തന്നെ അണ്ടർസ്റ്റുഡ് ആണ്, പൾമണറി ഫങ്ഷൻ ടെസ്റ്റ്. അതായത് ലങ്സിൻ്റെ ഫങ്ഷനിങ് നോക്കാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റുകളാണ്. അപ്പോൾ ലങ്സിൻ്റെ ഫങ്ഷൻ നോക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിനായിട്ടും ലങ്സിനകത്ത് കൂടെ കയറി ഇറങ്ങി പോകുന്ന ആ ഒരു എയറിൻ്റെ വോളിയംസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നതും. ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന സംഭവത്തിലും ആ സെയിം കാര്യം തന്നെയാണ് വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് വരുന്ന മെയിൻ ടേംസ്, പിന്നെ അതേപോലെ തന്നെ ഏതൊക്കെ ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ടാണ് അത് നോക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ചിലപ്പോൾ എസ്സേ ആയിട്ടും ഷോർട്ട് എസ്സേ ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനും കൂടിയാണ്. സിമ്പിളായിട്ടുള്ള സംഭവമാണ്. അതൊന്ന് കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പം കിട്ടും. ഓക്കെ, സോ it is based on the volume of air breathed in and out during normal quiet respiration and forced respiration. ഇപ്പോൾ രണ്ട് രീതിയിൽ വരുന്ന എയർ ഡിഫറൻസസും നമ്മൾ അതിനകത്ത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതായത് നോർമൽ റെസ്പിറേഷൻ, നോർമൽ ക്വയറ്റ് റെസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സാധാരണയായിട്ട് ഒരു സ്ട്രെയിനും കൂടാതെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന കണ്ടീഷൻ. ഫോഴ്സ്ഡ് റെസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഡീപ്പായിട്ട്, ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ നടക്കുകയോ അല്ലെങ്കിൽ സ്പീഡിൽ ഓടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ചെന്ന് നിന്നിട്ട് ഡീപ്പായിട്ട് ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നു. അപ്പോൾ അത് എത്രത്തോണ്ടും, ഇപ്പോൾ നമ്മൾ നോർമൽ റെസ്പിറേഷൻ നടത്തുമ്പോൾ ഉണ്ടാവുന്ന അത്രയും ക്വാണ്ടിറ്റി ഓഫ് എയർ അല്ല നമ്മൾ ഡീപ്പായിട്ട് റെസ്പിറേഷൻ നടത്തുമ്പോൾ ഉണ്ടാവുന്നത്. അപ്പോൾ അത് ഓരോ ടൈപ്പും അല്ലെങ്കിൽ ഓരോ രീതിയിലുള്ള പ്രാക്ടീസസ് ചെയ്തിട്ട് എത്ര വോളിയൂം ഓഫ് എയർ ആണ് അകത്തേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ റെക്കോർഡിങ്സ് ആണ് നമ്മൾ ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റിൽ ചെയ്യുന്നത്. ആൻഡ് ദ എയർ ഇൻസൈഡ് ദി ലങ്സ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 categories, ലങ് വോളിയൂംസ് ആൻഡ് ലങ് കപ്പാസിറ്റീസ്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് പറയാൻ പോകുന്നത്, ലങ് വോളിയൂംസ് ആൻഡ് ലങ് കപ്പാസിറ്റീസ്. അപ്പോൾ അതിന് ലങ്സിനകത്തുള്ള എയറിനെയാണ് നമ്മളിങ്ങനെ 2 കാറ്റഗറി പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന സംഭവങ്ങൾ തന്നെയാണ്, എല്ലാവരും പഠിച്ചിട്ടുള്ളത് തന്നെയായിരിക്കും. സോ ഫസ്റ്റ് അബൌട്ട് വോളിയൂംസ്. അപ്പോൾ 4 ലങ് വോളിയൂംസ് ആണ് ഇവിടെ വരുന്നത്. ടൈഡൽ വോളിയം, ദെൻ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം ആൻഡ് റെസിഡ്വൽ വോളിയം. അപ്പോൾ ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് ഈ ഓരോ വോളിയൂംസിൻ്റെ ഡെഫിനിഷൻ, പിന്നെ അതിൻ്റെ നോർമൽ വാല്യൂ. ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാനായിട്ട്. അല്ലാതെ വേറെ കോംപ്ലെക്സ് ആയിട്ടുള്ള സംഭവങ്ങളോ റോക്കറ്റ് സയൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇത്ര മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ. സോ ദ ഫസ്റ്റ് വൺ ഈസ് ടൈഡൽ വോളിയം. ടൈഡൽ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ബ്രീത്ത്ഡ് ഇൻ ആൻഡ് ഔട്ട് ഡ്യൂറിങ് നോർമൽ ക്വയറ്റ് ബ്രീത്തിങ്. അതായത് നമ്മൾ സാധാരണമായിട്ട് ഒരു സ്ട്രെയിനും കൂടാതെ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ എത്ര വോളിയം ഓഫ് എയർ ആണ് നമ്മുടെ ലങ്സിൻ്റെ അകത്ത് കൂടെ കടന്നു പോകുന്നത്, അതാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. അതിൻ്റെ ഷോർട്ട് ഫോം TV എന്ന് പറയും. ചില ടെക്സ്റ്റുകളിൽ അത് VT എന്നും എഴുതാറുണ്ട്, തിരിച്ചെഴുതാറുണ്ട്. ഓക്കെ, 2 എഴുതിയാലും ശരിയാണ്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, IRV എന്ന് ഷോർട്ട് ഫോം പറയും. ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിരേഷൻ. അപ്പോൾ അതായത് നമ്മൾ സാധാരണ എങ്ങനെയാണ് ശ്വാസം എടുക്കുന്നു, അതായത് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നു, പിന്നെ ശ്വാസം പുറത്തേക്ക് വിടുന്നു. അതാണ് നമ്മുടെ നോർമൽ ഫിനോമിന, ഇൻസ്പിരേഷൻ ഫോളോഡ് ബൈ എക്സ്പിരേഷൻ. അപ്പോൾ ഈ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം നോർമലായിട്ട് ശ്വാസം എടുക്കുന്നു. ഓക്കെ, ഒരു സ്ട്രെയിനും കൂടാതെ നോർമലായിട്ട് ശ്വാസം എടുക്കുന്നു. എന്നിട്ട് എക്സ്പിരേഷൻ നടത്തുന്നില്ല, അതായത് ശ്വാസം പുറത്തേക്ക് വിടുന്നില്ല. വിടാതെ നോർമൽ ഇൻസ്പിരേഷന് ശേഷം തൊട്ട് പിന്നാലെ ഡീപ്പായിട്ട് ഒന്നും കൂടി ഇൻസ്പയർ ചെയ്യുന്നു. ഓക്കെ, നോർമൽ ഇൻസ്പിരേഷൻ പ്ലസ് ഡീപ്പ് ഓർ ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. അപ്പം നമ്മൾ ആ ഡീപ്പായിട്ട് ഇൻസ്പയർ ചെയ്യുമ്പോൾ എത്ര വോളിയം ഓഫ് എയർ ആണ് എക്സ്ട്രാ നമ്മൾ ഇൻസ്പയർ ചെയ്യുന്നത്, അതാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ദി നോർമൽ വാല്യൂ ഈസ് 3300 milliliter. Okay, then next one is expiratory reserve volume, short form ERV. Inspiratory reserve volume just opposite condition ആണ് expiratory reserve volume. The volume of air expired forcefully after a normal expiration. നോർമലായിട്ട് എക്സ്പയർ ചെയ്യുന്നു, അതിനുശേഷം വീണ്ടും കുറച്ചും കൂടി സ്ട്രെയിൻ എടുത്തിട്ട് എക്സ്ട്രാ എമൗണ്ട് ഓഫ് എയറിനെ നമ്മൾ എക്സ്പയർ ചെയ്ത് കളയുന്നു. അതാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം.
നോർമൽ വാല്യൂ ഈസ് 1100 milliliter. ഇതെല്ലാം ഒരു എപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. നമ്മളെപ്പോഴും ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ 3300 milliliter എന്ന് പറയുന്നത് ചില ടെക്സ്റ്റുകളിൽ ചിലപ്പോൾ 3000 ആയിരിക്കും പറയുന്നത്, ചിലതിൽ ചിലപ്പോൾ 3200 ആയിരിക്കും, അങ്ങനെ പല ഇത് വരാം. എനിവേ 3000 to 3500 milliliter ആണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയത്തിന് വരുന്നത്. അതേസമയം ടൈഡൽ വോളിയം അത് കോൺസ്റ്റൻ്റ് ആണ്, ഫിക്സഡ് വാല്യൂ ആണ് 500 milliliter എന്ന് പറയുന്നത്. ബാക്കിയുള്ളതെല്ലാം കുഞ്ഞി തോതിലുള്ള വേരിയേഷൻസ് വരാം. Then the last volume is residual volume, short form RV. It is the volume of air remaining in the lungs after forceful expiration. ഡീപ്പ് ആയിട്ട് നമ്മൾ എക്സ്പയർ ചെയ്ത ശേഷം ലങ്സിനകത്ത് റിമെയിൻ ചെയ്യുന്ന വോളിയം ഓഫ് എയർ. ആ പേര് തന്നെ അണ്ടർസ്റ്റാൻഡ് ആണ്, റെസിഡ്വൽ. റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ എന്താ? റിമൈനിങ് ആണ്, ബാക്കി നിൽക്കുന്നത് എന്നാണ് അതിനർത്ഥം. സോ റെസിഡ്വൽ വോളിയം എന്ന് പറഞ്ഞാൽ ഫോഴ്സ്ഡ് ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ ശ്വാസം പുറത്തേക്ക് വിട്ട ശേഷം റിമെയിൻ ചെയ്യുന്ന വോളിയം ഓഫ് എയർ. ആൻഡ് ദ നോർമൽ വാല്യൂ ഈസ് 1200 milliliter. അപ്പോൾ ഇതാണ് 4 ലങ് വോളിയംസ്. ഓക്കെ, ടൈഡൽ വോളിയം, ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം, എക്സ്പിരേറ്ററി റിസർവ് വോളിയം ആൻഡ് റെസിഡ്വൽ വോളിയം. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്നത് ലങ് കപ്പാസിറ്റീസ്. അപ്പോൾ ലങ് കപ്പാസിറ്റീസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more ലങ് വോളിയംസ്. 2 അതിൽ കൂടുതലോ ലങ് വോളിയംസിൻ്റെ കോമ്പിനേഷൻ, അതാണ് ലങ് കപ്പാസിറ്റീസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഓഫ് 4 types: ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി, functional residual capacity, vital capacity and total lung capacity. ഇങ്ങനെ 4 കപ്പാസിറ്റീസാണ്, ലങ് കപ്പാസിറ്റീസാണ് വരുന്നത്. അപ്പോൾ ഇനി ഇത് ഓരോന്നും എന്താണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ഇസ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടൈഡൽ വോളിയം ആൻഡ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. ഇനി ഈ ഒരു ടേം അല്ലെങ്കിൽ ഈ ഒരു ഡെഫിനിഷനും ഇൻസ്പിരേറ്ററി റിസർവ് വോളിയത്തിൻ്റെ ഡെഫിനിഷനും തമ്മിൽ എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ എ നോർമൽ ഇൻസ്പിരേഷൻ ആയിരുന്നു. ആൻഡ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ഈസ് ദ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. അത് നിങ്ങൾ എക്സാമിൽ എവിടെയൊന്നും എഴുതി വെക്കുകയൊന്നും ചെയ്യരുത്, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം, ആ ഡെഫിനിഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞു ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ഈസ് എ കോമ്പിനേഷൻ ഓഫ് ടൈഡൽ വോളിയം ആൻഡ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം. ഓക്കെ, ടൈഡൽ വോളിയം എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെയാണ്? നോർമൽ ഇൻസ്പിരേഷൻ, നോർമൽ ഇൻസ്പിരേഷൻ ആൻഡ് നോർമൽ എക്സ്പിരേഷൻ. അതാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ആൻഡ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? നോർമൽ ഇൻസ്പിരേഷൻ ആൻഡ് ഫോഴ്സ്ഡ് ഇൻസ്പിരേഷൻ. അപ്പോൾ ഇവിടുത്തെ കോമൺ ആയിട്ടുള്ള നിൽക്കുന്നത് ഏതാണ്? നോർമൽ ഇൻസ്പിരേഷൻ. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഡെഫിനിഷൻ എന്തായി? വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് ആ ഡെഫിനിഷൻ നമുക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പിനേഷനാണ് എന്നുള്ളതും കൂടി മനസ്സിലാവണം, എന്നാൽ മാത്രമേ ഇങ്ങനൊരു ഡെഫിനിഷൻ കിട്ടുള്ളൂ. സോ ജസ്റ്റ് അതൊന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ക്ലിയർ ആവും. ഓക്കെ, സോ that is about inspiratory capacity. Then the next is functional residual capacity or FRC. So it is a combination of
ERV, that is expiratory reserve volume and residual volume. എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. റെസിഡ്വൽ കപ്പാസിറ്റിയാണ്. അപ്പോൾ വീണ്ടും നേരത്തെ പോലെ തന്നെ റിമൈനിങ് വോളിയം ഓഫ് എയർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. റെസിഡ്വൽ വോളിയം എന്തായിരുന്നു? ആഫ്റ്റർ എ ഫോഴ്സ്ഫുൾ എക്സ്പിരേഷൻ ആയിരുന്നു. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. ഇവിടെയും നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കൂ. ആ ഒരു ആപ്ലിക്കേഷൻ നോക്കിയാൽ മതി. ERV എന്ന് പറയുമ്പോൾ നോർമൽ ഇൻസ്പിരേഷൻ ആൻഡ് നോർമൽ എക്സ്പിരേഷൻ ആൻഡ് ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ ആണ്. RV എന്ന് പറയുന്നത് റിമൈനിങ് ഇൻ ദ ലങ്സ് ആഫ്റ്റർ എ ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ. അപ്പോൾ അവിടെ ഏതാണ് കോമൺ വരുന്നത്? ഫോഴ്സ്ഡ് എക്സ്പിരേഷൻ ആണ്. അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാക്കി കിട്ടും. നിങ്ങൾ തന്നെ സ്വന്തം ഒന്ന് ചെയ്ത് നോക്കി നോക്കുക. ദെൻ കംസ് vital capacity, which is a combination of the first three lung volumes, that is tidal volume, inspiratory reserve volume and expiratory reserve volume. And it is the volume of air expired forcefully after a forceful inspiration. അവിടെ രണ്ടും ഡീപ്പാണ്, രണ്ടും ഫോഴ്സ്ഡ് ആയിട്ടുള്ള. നോർമൽ റെസ്പിറേഷൻ അവിടെ വരുന്നേ ഇല്ല, ഫോഴ്സ്ഡ് റെസ്പിറേഷനാണ് രണ്ടിടത്തിലും വരുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് total lung capacity or TLC, which is a combination of all the 4 lung volumes and is the volume of air in the lungs after a forceful inspiration. ഡീപ്പായിട്ട് നമ്മൾ ഇൻസ്പയർ ചെയ്ത ശേഷം ലങ്സിനകത്ത് ഉണ്ടാവുന്ന വോളിയം ഓഫ് എയറിനെയാണ് ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 4 ലങ് വോളിയംസും 4 ലങ് കപ്പാസിറ്റീസും. ഇതിൻ്റെ ഓരോന്നിൻ്റെയും നോർമൽ വാല്യൂസും അതിൻ്റെ ഡെഫിനിഷൻസുമാണ് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇവിടെ ഞാൻ ജസ്റ്റ് ഈ ഒരു കോമ്പിനേഷൻസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഇതിൻ്റെ ഓരോന്നിൻ്റെയും വാല്യൂ അവിടെ റീപ്ലേസ് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ വാല്യൂ എത്ര എന്നുള്ളതും കൂടി എഴുതണം. എനിവേ ടോട്ടൽ ലങ് കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് 6 liters ആണ് വരുന്നത്. സോ ദാറ്റ് ഈസ് ദ ലങ് കപ്പാസിറ്റി. 6 liters ഓഫ് എയർ ആണ് നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി ഇത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റിനെ പറ്റിയിട്ടാണ്. ദാറ്റ് ഈസ് സോ ഇതാണ് അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ്, സ്പൈറോമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പ്രിമിറ്റീവ് ടൈപ്പാണ്. ഇത് പണ്ട് കാലത്ത് യൂസ് ചെയ്തിരുന്ന ടൈപ്പാണ്. ദിസ് ഈസ് ആക്ച്വലി 3 chambered. ഇതിങ്ങനെ 3 chambers ഉണ്ട്. അതിൽ ഇതാണ് ഔട്ടർ മോസ്റ്റ് ചേംബർ, ഇത് സെക്കൻഡ് ചേംബറാണ്. ഇതിന് നടുക്കിൽ ഇനി ഒരു ഇന്നർ മോസ്റ്റ് ചേംബർ വരുന്നുണ്ട്, വിച്ച് ഇസ് എയർ ഫിൽഡ്. അപ്പോൾ ഇതിൽ ഈ ഔട്ടർ മോസ്റ്റ് ചേംബറിൽ വെള്ളമാണ് നിറച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഞാൻ നെക്സ്റ്റ് പിക്ചറിൽ കാണിക്കാം. അപ്പോൾ എനിവേ ആ ഒരു വാട്ടർ ഫിൽഡ് ചേംബറിലേക്ക് ഇതിങ്ങനെ ഇൻവേർട്ടഡ് പൊസിഷനിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു കണക്ഷൻ ഉണ്ട്. ഇതിൽ കൂടെ ഇതിങ്ങനെ വന്ന് ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു പോയിൻറ്റർ നമ്മൾ അറ്റാച്ച് ചെയ്യും. ഇതൊരു റിവോൾവിങ് ഡ്രമ്മാണ്. അപ്പോൾ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇതിൻ്റെ മുകളിൽ നമ്മളൊരു ഗ്രാഫ് പേപ്പറും അറ്റാച്ച് ചെയ്യും. ഇതിലേക്കൊരു പമ്പ് കണക്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ എയർ അതിലേക്ക് വിടുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് ഈ ഒരു സെക്കൻഡ് ഡ്രം ഇൻവേർട്ടഡ് ആയിട്ട് കിടക്കുന്ന ഡ്രം വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തിരിക്കുകയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് മൂവ് ചെയ്യും. മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പുള്ളിയിൽ കൂടെ അത് മൂവ് ചെയ്ത് ഇവിടെയുള്ള ആ ഒരു പെന്ന് അതിനനുസരിച്ച് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ റിവോൾവ് ചെയ്യും. അപ്പോൾ റിവോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഓരോന്നിൻ്റെ ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫാണ് നമ്മൾ ലങ് വോളിയൂംസ് ആൻഡ് ലങ് കപ്പാസിറ്റീസിൻ്റെ ഗ്രാഫായിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു സ്പൈറോമീറ്ററിൻ്റെ ഇത്, ആ ക്രോസ് സെക്ഷനും കാര്യങ്ങളും കാണിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ 3 chambered ആണ്. ദിസ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ചേംബർ വിച്ച് ഇസ് ഫിൽഡ് വിത്ത് വാട്ടർ. പിന്നെ ഇത് സെക്കൻഡ് ചേംബർ, അത് ഇൻവേർട്ടഡ് രീതിയിലാണ് കിടക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഫ്ലോട്ടിംഗ് എബവ് ദി തേർഡ് ചേംബർ വിച്ച് ഇസ് എയർ ഫിൽഡ്. അപ്പോൾ ഈ വാട്ടറിൻ്റെ മുകളിലാണ് ഇത് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. ആൻഡ് ഈ എയർ ഫിൽഡ് ചേംബറിൻ്റെ താഴത്തേക്ക് ഒരു പൈപ്പ് കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആ പൈപ്പാണ് നമ്മുടെ മൗത്തിലേക്ക് വെക്കുന്നത്. എന്നിട്ട് ഇതിൽ കൂടിയാണ് നമ്മൾ എയർ ഇൻഹെയിൽ ചെയ്യും എക്സ്ഹെയിൽ ചെയ്യും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ എയറിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതിനനുസരിച്ച് ഇതിൽ കൂടെ ഈ ഒരു തേർഡ് ചേംബറിൽ കൂടെ എയർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ ഒരു ഇത് ഫ്ലോട്ട് ചെയ്യും, അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഫ്ലോട്ട് ചെയ്യാൻ തുടങ്ങും.
അപ്പോൾ അത് ഫ്ലോട്ട് ചെയ്ത് അതിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നതിനനുസരിച്ച് അതിൻ്റെ മുകളിലേക്ക് കണക്ട് ചെയ്തിട്ടുള്ള ആ പോയിൻറ്ററും അതേപോലെ മൂവ് ചെയ്യും. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഡ്രമ്മിൻ്റെ മുകളിൽ ഇങ്ങനത്തെ ഗ്രാഫ് കിട്ടുന്നതായിരിക്കും. സോ ആ ഗ്രാഫിൽ അപ്വേർഡ് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നതിനെ നമ്മൾ ഇൻസ്പിരേഷനായിട്ടും ഡൗൺവേർഡ് മൂവ്മെൻറ്റ് വരുന്നത് എക്സ്പിരേഷനുമായിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, ഈ കർവേച്ചറിനെ അങ്ങനെയാണ് പറയുന്നത്. അപ്വേർഡ് കർവിനെ ഇൻസ്പിരേഷനും ഡൗൺവേർഡ് കർവ് എക്സ്പിരേഷനും. ഓക്കെ, പിന്നെ ഇത് കൂടാതെ ഇത് പ്രിമിറ്റീവ് ടൈപ്പാണ് ഞാൻ പറഞ്ഞു. ഇതല്ലാതെ ഇനിയും ഇപ്പോൾ യൂസ് ചെയ്യുന്നതായിട്ടുള്ള 2-3 തരം ഉണ്ട്. അതാണ് നമ്മൾ നെക്സ്റ്റ് പറയാൻ പോകുന്നത്. ഇതാ ഇങ്ങനത്തെ ഒരെണ്ണം ഫെമിലിയർ ആണോ എന്ന് എനിക്കറിയില്ല. 3 balls കണ്ടെയ്ൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ 3 balls ഉണ്ടായിരിക്കും. ഇതിലേക്ക് ഒരു കണക്ഷനും കാണും, പൈപ്പ് കണക്ഷനും കാണും. നമ്മൾ അതിൽ കൂടെ ഡീപ്പ് ഇൻസ്പിരേഷനും എക്സ്പിരേഷനും ഒക്കെ നടത്തുമ്പോൾ ഈ ബോൾസ് ഇങ്ങനെ മൂവ് ചെയ്യും. അപ്പം നമ്മൾ എത്രമാത്രം സ്ട്രെയിൻ എടുത്ത് അല്ലെങ്കിൽ എത്ര ഫോഴ്സ്ഫുള്ളായിട്ട് മൂവ് ചെയ്യുന്നു അതിനനുസരിച്ചിട്ടാണ് ഈ ബോൾസിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബോൾസ് പെട്ടെന്ന് തന്നെ മൂവ് ചെയ്യും. പക്ഷേ തേർഡ് ബോൾ മൂവ് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അത് നമ്മൾ നല്ലപോലെ എക്സ്പയർ ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് ആ മൂവ്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി അളക്കാനുള്ളൊരു സാധനമായിട്ടും യൂസ് ചെയ്യാം. അറ്റ് ദി സെയിം ടൈം കപ്പാസിറ്റി കൂട്ടാനായിട്ട് ഒരു തരം ട്രെയിനിങ് ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള രീതിയിലും ഇതിനെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഇത് വരുന്നത്, ഫങ്ഷൻ വരുന്നത്. സോ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ആ ഡിവൈസിനെ മൗത്തിൽ വെക്കുന്നു. എക്സ്ഹേൽ നോർമലി ബിഫോർ ഇൻഹേലിംഗ്, ദെൻ ഇൻഹേൽ thoroughly until lifting the 3 balls if possible. 3 balls എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനീഷ്യലി, പക്ഷെ നമ്മൾ ട്രെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി. Then hold inspiration as long as possible and remove the mouthpiece and exhale. Repeat the process. ഇത് ഒരു ബ്രീത്തിങ് എക്സസൈസ് ആയിട്ട് വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാറുണ്ട്, അങ്ങനെയും ചെയ്യാറുണ്ട്. റെസ്പിറേറ്ററി ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഇത് കൊടുത്ത് ലങ്സിൻ്റെ കപ്പാസിറ്റി കൂട്ടാനായിട്ടും സഹായിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ഇൻസ്ട്രുമെൻ്റാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതെല്ലാം സ്പൈറോമീറ്ററിൻ്റെ വെറൈറ്റീസാണ്. ഇതെല്ലാം അതിനു വേണ്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ടെസ്റ്റ് ചെയ്യാനും അറ്റ് ദി സെയിം ടൈം ബ്രീത്തിങ് എക്സസൈസിന് വേണ്ടിയിട്ടും ഇത് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റും അവൈലബിൾ ആണ് മാർക്കറ്റിൽ. ഇതൊക്കെ കിട്ടുന്നതാണ് നമുക്ക്. അപ്പോൾ അതിലിതാ സബ്ജക്റ്റ് ഇങ്ങനെയാണ് അത് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് അതിൻ്റെ മാർക്കർ. അപ്പോൾ നമ്മൾ ഏത് ലെവലിലാണോ വേണ്ടത് ആ ലെവലിലേക്ക് ആ മാർക്കറിനെ വെക്കുന്നു. അതിനുശേഷം നമ്മൾ ഇതിൽ കൂടെ എയർ ഇൻസ്പയർ ചെയ്യും എക്സ്പയർ ചെയ്യും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഇതിൻ്റെ ഈ ഒരു താഴെ ഇരിക്കുന്ന യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു ഇത് പിസ്റ്റൺ അതിങ്ങനെ ഓരോ ബ്രെത്ത് ഉണ്ടാവുന്നതിനനുസരിച്ച് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ഇത് യൂസേജ് എന്ന് പറയുന്നത്. ഇത് രണ്ടും ഞാൻ നേരത്തെ പറഞ്ഞു ബ്രീത്തിങ് എക്സസൈസസിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ലങ്സിൻ്റെ കപ്പാസിറ്റി അളക്കാനായിട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇനിയുള്ളത് ഇതിൻ്റെ ഒരു ഗ്രാഫാണ്. അപ്പോൾ ഇതാണ് ലങ് വോളിയൂംസ് ആൻഡ് ലങ് കപ്പാസിറ്റീസിൻ്റെ ഗ്രാഫ്, വിച്ച് ഇസ് കോൾഡ് സ്പൈറോഗ്രാം എന്നാണ് ഇതിനെ പറയുന്നത്. ലങ് വോളിയൂംസും ലങ് കപ്പാസിറ്റീസും റെപ്രസെൻ്റ് ചെയ്യുന്ന ഗ്രാഫാണ്. അപ്പോൾ ഈ ഒരു ഗ്രാഫിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റെസിഡ്വൽ വോളിയം അതേപോലെ തന്നെ റെസിഡ്വൽ വോളിയം വരുന്ന കപ്പാസിറ്റീസ് ലങ് കപ്പാസിറ്റീസ് നമുക്കിതിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഗ്രാഫുകളൊന്നും കാണാൻ പറ്റില്ല. ഈ പിക്ചറിനകത്ത് ഇത് കാണിക്കുന്നുണ്ട് ഇവിടെ. ഇത് നിങ്ങൾ വരയ്ക്കുകയും വേണം. ഇത് നിങ്ങളുടെ നോട്ടിൽ നിങ്ങൾ വരച്ച് വെക്കണം. സ്പൈറോഗ്രാം ഇപ്പോൾ ലങ് വോളിയൂംസ് ലങ് കപ്പാസിറ്റീസ് ചോദിക്കുകയാണെങ്കിൽ അത് ഡെഫിനേഷൻസും നോർമൽ വാല്യൂസും എല്ലാം എഴുതിയ ശേഷം ഈ ഗ്രാഫും കൂടെ വരച്ചാൽ മാത്രമാണ് അത് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് വരയ്ക്കണം. സോ ഇതിൽ ഈ ഒരു ഗ്രാഫിനകത്ത് റെസിഡ്വൽ വോളിയം ഫങ്ഷണൽ റെസിഡ്വൽ കപ്പാസിറ്റി ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇവിടെ ഗ്രാഫായിട്ടൊന്നും വരുന്നില്ലല്ലോ, അതിൻ്റെ മുകളിലത്തെ ലെവൽ വരെ വരുന്നുള്ളൂ. എന്തുകൊണ്ടാണ്? ബിക്കോസ് റെസിഡ്വൽ വോളിയം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ്. ലങ്സിനകത്താണ് ആ എയർ ഇരിക്കുന്നത്. ആ എയറിനെ നമുക്കൊരു ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുമോ? ഇൻസ്പയർ ചെയ്യുകയും എക്സ്പയർ ചെയ്യുകയും ചെയ്യുന്ന ആ എയറിനെ നമുക്ക് ഗ്രാഫായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ? ആ പോയിൻ്ററൊക്കെ വെച്ചിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലിരിക്കുന്ന എത്ര വോളിയം ഓഫ് എയർ ആണെന്നുള്ളത് നമുക്കൊരു ഗ്രാഫ് വെച്ചിട്ട് വരയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ലങ് വോളിയൂംസും ലങ് കപ്പാസിറ്റീസും ബാക്കിയുള്ളതെല്ലാം നമുക്ക് സ്പൈറോഗ്രാം വെച്ചിട്ട് റെക്കോർഡ് ചെയ്യാൻ പറ്റും. പക്ഷേ റെസിഡ്വൽ വോളിയം ഇസ് ഡിഫിക്കൾട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഇത്
ലങ് കപ്പാസിറ്റീസും നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ളത് നമുക്ക് ഈ ഗ്രാഫിൽ കൂടെ പറയാം. സോ നോർമൽ ഇൻസ്പിരേഷൻ, നോർമൽ എക്സ്പിരേഷൻ, ഈ കാണിച്ചിരിക്കുന്ന ചെറിയ കർവ്സ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദ ടൈഡൽ വോളിയം. ഓക്കെ, അത് ടൈഡൽ വോളിയമാണ്. നോർമൽ ഇൻസ്പിരേഷൻ, നോർമൽ എക്സ്പിരേഷൻ, ആ വരുന്നതാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻസ്പിരേഷൻ, നോർമലായിട്ട് ഇൻസ്പയർ ചെയ്തു, ഇത്ര വരെ എത്തി. ഫോളോഡ് ബൈ ഡീപ്പ് ഇൻസ്പിരേഷൻ, ഡീപ്പായിട്ട് ശ്വാസം എടുക്കുന്നു. അപ്പോൾ ഈ എക്സ്ട്രാ വോളിയം ഓഫ് എയർ നമ്മൾ നോർമൽ ഇൻസ്പിരേഷന് ശേഷം എക്സ്പയർ ചെയ്യാതെ എടുത്തിട്ടുള്ള എക്സ്ട്രാ വോളിയം ഓഫ് എയർ ആണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നോർമൽ എക്സ്പിരേഷൻ ഫോളോഡ് ബൈ ഡീപ്പ് എക്സ്പിരേഷൻ. അപ്പോൾ ആ എക്സ്ട്രാ വോളിയം ഓഫ് എയർ നമ്മൾ എക്സ്പയർ ചെയ്യുന്നതിനെയാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഇത്രയും ഭാഗത്തിന് അതാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. ഇനി ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ. അപ്പോൾ ഇത് നോർമൽ ഇൻസ്പിരേഷൻ, നോർമൽ എക്സ്പിരേഷൻ, നോർമൽ ഇൻസ്പിരേഷൻ, നോർമൽ എക്സ്പിരേഷൻ, ഇത് നോർമൽ എക്സ്പിരേഷനാണ്. അപ്പോൾ വോളിയം ഓഫ് എയർ ഇൻസ്പയർഡ് ഫോഴ്സ്ഫുള്ളി ആഫ്റ്റർ എ നോർമൽ എക്സ്പിരേഷൻ, നോർമൽ എക്സ്പിരേഷന് ശേഷം ഡീപ്പായിട്ട് എടുക്കുന്ന വോളിയം ഓഫ് എയർ, അതാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി. അപ്പോൾ അത് ഈ ഒരു എൻറ്റയർ ലെങ്ത്തിൽ വരും. ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി വരുന്നത്. ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത് അത്രയും ഇല്ല, ആ ഒരു എക്സ്ട്രാ എമൗണ്ട് ഓഫ് എയറിനെ മാത്രമാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ എക്സ്പിരേഷൻ ഫോളോഡ് ബൈ ഡീപ്പ് ഇൻസ്പിരേഷൻ. പിന്നെ ഫങ്ഷൻ റെസിഡ്യൂവൽ കപ്പാസിറ്റി ഒന്നും നോക്കാൻ പറ്റില്ല. പിന്നെ വരുന്നത് വൈറ്റൽ കപ്പാസിറ്റിയാണ്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഇൻസ്പിരേഷനും ഫോഴ്സ്ഡ് ഇൻസ്പിരേഷനും ഫോഴ്സ്ഡ് എക്സ്പിരേഷനുമാണ്. ദാറ്റ് ഈസ് ഫോഴ്സ്ഡ് ഡീപ്പ് ഇൻസ്പിരേഷൻ ആൻഡ് ഡീപ്പ് എക്സ്പിരേഷൻ. അപ്പോൾ ഇത്രയും ഭാഗത്തിനെ ഒരുമിച്ച് പറയുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഈ ഗ്രാഫ് വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന. ബാക്കിയുള്ളത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റില്ല, എന്നാലും ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളിത് എഴുതുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഇതിനെപ്പറ്റി പറയാനുള്ളത്. കുറച്ചുകൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്തൊരു ഇത് വരച്ച് കാണിക്കാം. അതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും. സോ ഏറ്റവും ആദ്യം ഓക്കെ, ഇപ്പോൾ ടൈഡൽ വോളിയം എന്ന് പറയുമ്പോൾ നോർമൽ ഇൻസ്പിരേഷൻ, നോർമൽ എക്സ്പിരേഷൻ, നോർമൽ ഇൻസ്പിരേഷൻ, നോർമൽ എക്സ്പിരേഷൻ. അപ്പോൾ ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ ടൈഡൽ വോളിയം എന്ന് പറയുന്നത്. ഇനി ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറഞ്ഞാൽ നോർമൽ ഇൻസ്പിരേഷൻ ഫോളോഡ് ബൈ ഡീപ്പ് ഇൻസ്പിരേഷൻ. ഇൻസ്പിരേഷൻ കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സ്പിരേഷൻ സംഭവിക്കും. അപ്പോൾ ഇത്രയും ഭാഗത്തിനെയാണ് നമ്മൾ ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഈ ഒരു ഭാഗത്തിനെ മാത്രം, ഇത്രയും ഭാഗം. കാരണം നോർമൽ ഇൻസ്പിരേഷൻ കഴിഞ്ഞിട്ട് വരുന്ന എക്സ്ട്രാ വോളിയം ഓഫ് എയർ, അതാണ് ഇൻസ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. അതേപോലെ തന്നെയാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. അതായത് നമ്മൾ നോർമൽ ഇത് വരച്ചിട്ട് നോർമൽ എക്സ്പിരേഷൻ ഫോളോഡ് ബൈ ഡീപ്പ് എക്സ്പിരേഷൻ, അപ്പം ഇങ്ങനെ വരുന്നതാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം. ഇത്രയും ഭാഗമാണ് എക്സ്പിരേറ്ററി റിസർവ് വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെയുള്ളത് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റിയാണ്. അത് ഞാൻ ഇവിടെ അടുത്തത് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മളൊരു നോർമൽ ഇത് വരയ്ക്കുന്നു. അപ്പോൾ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ നോർമൽ എക്സ്പിരേഷൻ ഫോളോഡ് ബൈ ഡീപ്പ് ഇൻസ്പിരേഷൻ. അതായത് നോർമൽ എക്സ്പിരേഷൻ ഫോളോഡ് ബൈ ഡീപ്പ് ഇൻസ്പിരേഷൻ. അപ്പോൾ ഇത്രയും ഭാഗം വരും എന്ത്? ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി, IC. ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ഈ ഒരു എൻറ്റയർ ലെങ്ത്തിൽ വരും. കാരണം ഡീപ്പ്
നോർമൽ എക്സ്പിരേഷൻ ഫോളോഡ് ബൈ ഡീപ്പ് ഇൻസ്പിരേഷൻ ആണ്. ഓക്കെ, പിന്നെ വരുന്നത് വൈറ്റൽ കപ്പാസിറ്റിയാണ്. വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ അവിടെ എല്ലാം ഡീപ്പാണ്. ഡീപ്പ് ഇൻസ്പിരേഷൻ ആൻഡ് ഡീപ്പ് എക്സ്പിരേഷൻ, ഇത്രയും ഭാഗം വരുന്നുണ്ട്. സോ ഈ എൻറ്റയർ ലെങ്ത്തിലുള്ളതും വൈറ്റൽ കപ്പാസിറ്റി ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ ഇതാണ് ലങ് വോളിയൂംസ് ആൻഡ് ലങ് കപ്പാസിറ്റീസ്. സോ ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്ത് വരയ്ക്കാം. നോർമൽ എക്സ്പിരേഷൻ ഫോളോഡ് ബൈ ഡീപ്പ് ഇൻസ്പിരേഷൻ, ഇങ്ങനെ വരുന്നതാണ് വൈറ്റൽ കപ്പാസിറ്റി. ഈ ഒരു എൻറ്റയർ ലെങ്ത്തും വരും, ഇത്രയും ഭാഗം ഒരുമിച്ചാണ് ഇൻസ്പിരേറ്ററി കപ്പാസിറ്റി എന്ന് പറയുന്നത്. ദെൻ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഡീപ്പ് ഇൻസ്പിരേഷൻ ആൻഡ് ഡീപ്പ് എക്സ്പിരേഷൻ. അപ്പോൾ ഇത്രയും ഭാഗം ഒരുമിച്ചിട്ടുള്ളതാണ് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ലങ് വോളിയൂംസ് ആൻഡ് ലങ് കപ്പാസിറ്റീസ്. ഇത് ചോദിക്കുകയാണെങ്കിലും നിങ്ങൾ ആ സ്പൈറോഗ്രാമും കൂടിയും വരയ്ക്കണം. അതും കൂടിയും വരച്ചാൽ മാത്രം തന്നെ ഈ ഒരു ഇത് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇതിൽ പറയാനുള്ളത്. വിത്ത് ദിസ് വി ഓഫ് pulmonary function test. So thank you.